അങ്ങനെ ചിക്കുളിലെ എല്ലാ പരിപാടികളും അവസാനിച്ചു. ഞാനിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് ബസ് കയറാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ചണ്ഡീഗഡിന് ഡയറക്റ്റ് എല്ലാ ദിവസവും 3:30 ഒരു ബസ്സുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ബസ്സില്ല. പിന്നെ രാവിലെ ഒന്നുമില്ല കേട്ടോ, ഈ ഒറ്റ ബസ്സേ ഉള്ളൂ ഡെയിലി ചണ്ഡീഗഡിന്. അപ്പോൾ ആ ബസ്സിൽ ചണ്ഡീഗഡ് ചെന്നിട്ട് ചണ്ഡീഗഡിൽ നിന്ന് മുംബൈയിൽ നിന്ന് കേരള, ഇങ്ങനെയാണ് ഞാൻ വരുന്നത്. എനിക്ക് ചണ്ഡീഗഡിൽ നിന്ന് ഡയറക്റ്റ് കേരളത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ സമയം 3:30 ബസ് ഇപ്പോൾ വരും. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നെ പോലെ കുറേ പേരിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഒരു മഴയ്ക്കുള്ള എല്ലാ കോളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. മിക്കവാറും ഞാൻ ബസ്സിൽ കയറുമ്പോഴേക്കും മഴയായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെ കാണാം, നല്ല രീതിയിൽ കോട ഇറങ്ങി വരുന്നുണ്ട്. 3:30 മുതൽ ഇവിടെ കാത്തിരിക്കുകയാണ്. ബസ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ സമയം 4:30 ബസ് വന്നു. 5 മണിയായിപ്പോ. 3:30 നിൽക്കാൻ തുടങ്ങിയതാ. ഈ ബസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ചണ്ഡീഗഡ് എത്തിയാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതുപോലൊരു ബസ് യാത്ര, അതും വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. 942 രൂപയാണ് ചിക്കുളിൽ നിന്നും ചണ്ഡീഗഡ് വരെയുള്ള ബസ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ ചണ്ഡീഗഡ് ബസ് സ്റ്റാൻഡിലെത്തി. ഈ ബാക്കിൽ കാണുന്നതാണ് ചണ്ഡീഗഡ് ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ജസ്റ്റ് വന്ന് ഇറങ്ങിയതോളൂ. സമയം ഇപ്പോൾ 7 മണിയായി. ഇന്നലെ അപ്പുറത്ത് ലോക്കൽ ബസ് കിട്ടും. ഇതിപ്പോൾ സെക്ടർ 43 എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡാണ്. ഞാൻ ഇവിടെ നിന്നാണ് മണാലിക്കുള്ള ബസ്സും കയറിയത്. തിരിച്ച് റൗണ്ട് അടിച്ച് ഇവിടെ തന്നെ വന്നേ. ഈ ബസ് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന വഴിയാണ്. സെക്ടർ 43 ബസ് സ്റ്റാൻഡിൽ നിന്നും ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ വരെ 25 രൂപയാണ് ബസ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ മുംബൈക്ക് പോകാനായിട്ട് ഉള്ള ട്രെയിൻ ഞാൻ കയറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.